നമസ്കാരം. ഫോർ ദ പീപ്പിളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജനപ്രിയ നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകൾ ചാണ്ടി ഉമ്മൻ MLAയുടെ സഹോദരി ഡോക്ടർ മറിയ ഉമ്മനാണ് ഇന്ന് ഫോർ ദ പീപ്പിളിൽ അതിഥി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥികളിൽ ഒരാളായി ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്ന് ഡോക്ടർ മറിയ ഉമ്മൻ എത്തുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഈ സംഭാഷണം. ശ്രീമതി മറിയ ഉമ്മൻ, സ്വാഗതം. നമുക്ക് ഈ സംഭാഷണം തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വന്നത് താങ്കൾ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ചില വാചകങ്ങളാണ്. അതായത് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞത്, അപ്പ എന്നെ ഒരു രാജകുമാരിയായാണ് വളർത്തിയത്, അദ്ദേഹത്തിൻ്റെ പാത പറ്റാവുന്നത്രയും പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുക എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയത്തിലും സജീവമാവുക എന്നാണോ? ഗോപി, അത് വെച്ച് ഉദ്ദേശിച്ചത് ഈ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ എന്നെ ഒരു രാജകുമാരിയായിട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുമായിരുന്നു. എവറിത്തിങ് ടേക്കൺ കെയർ ആയിരുന്നു. ഒരിക്കലും കൂടെ ഇല്ലെങ്കിലും എപ്പോഴും ഒരു ഫോൺ കോളിലെല്ലാം അന്വേഷിക്കുമായിരുന്നു. അപ്പയുടെ പാത അപ്പോൾ പഠിപ്പിച്ച് ഒരുപാട്, എപ്പോഴും കൂടെ ഇല്ലെങ്കിലും നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുള്ളത്, ഒരാൾ സഹായം ചോദിച്ചു വന്നാൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധം നമ്മളത് ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ മറ്റൊരാളെ സഹായിക്കാൻ എപ്പോഴും നമുക്ക് പൈസയുടെ ആവശ്യമില്ല, നമ്മുടെ മനസ്സ് മതി. അപ്പം അത്രയേറെ എന്നെ കെയർ ചെയ്താണ് അപ്പ വളർത്തിയത്. അപ്പം അപ്പയുടെ ആ ആഗ്രഹം, അപ്പ പഠിപ്പിച്ചു തന്ന ആ കാര്യം എന്നെ കൊണ്ട് കഴിയാവുന്ന വിധം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ 10-15 വർഷമായിട്ട് ഞാൻ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു വളരെ ഒരു ലോ പ്രൊഫൈലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 2 വർഷം അപ്പയുടെ മരണത്തിന് ശേഷമാണ് ആക്ച്വലി ഒരുപാട് പബ്ലിക് ഇവൻറ്റ്സ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെയാണ് അത് ഒരുപാട് പബ്ലിക്ലി നോട്ടീസ് ചെയ്യപ്പെട്ടതും. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് അപ്പയുടെ ആ ആഗ്രഹം സഫലമാകുന്ന പോലെ മുമ്പോട്ട് പ്രവർത്തിച്ചു പോകണം എന്നുള്ളതാണ് ആഗ്രഹം. ഡോക്ടർ മറിയ, സ്വാഭാവികമായിട്ടും ഒരു നല്ല മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ശീലങ്ങളും ഒക്കെയാണ്, അതായത് പരസഹായം ചെയ്യുക, സന്മനസ്സോടുകൂടി ജീവിക്കുക, ആരെങ്കിലും സഹായം ആവശ്യപ്പെട്ട് വരികയോ അല്ലെങ്കിൽ കണ്ടറിഞ്ഞതിൻ്റെ അവരെ സഹായിക്കാവുന്ന തരത്തിൽ സഹായിക്കുക. നേരത്തെ ഇപ്പോൾ അപ്പ പഠിപ്പിച്ചതുപോലെ തന്നെ കാശ് വേണമെന്ന് നിർബന്ധമില്ല, നമുക്ക് അതിനോടൊരു മനസ്സുണ്ടായാൽ തന്നെ ആ കാര്യങ്ങളൊക്കെ നടക്കും. ഉമ്മൻചാണ്ടി സാർ ചെയ്തിരുന്നത് പൊതുപ്രവർത്തന രംഗത്താണ്, രാഷ്ട്രീയത്തിലാണ്. ഞാൻ ആ അഭിമുഖത്തിൽ തന്നെ വായിച്ച ഒരു ഭാഗം കൂടി വേണമെങ്കിൽ ഇപ്പോൾ പറയാം. അതായത് താങ്കൾ പറഞ്ഞത് അപ്പയ്ക്ക് വേണ്ടി ഇനി എന്തെങ്കിലും കൂടി ചെയ്യാനുണ്ടായിരുന്നോ എന്ന ഒരു ആലോചന, അങ്ങനെ ഒരു സംശയത്തിലാണ് ഇപ്പോൾ എൻ്റെ ഓരോ ദിവസവും, ജീവിതത്തിൽ ഓരോ ദിവസവും കടന്നു പോകുന്നത് എന്നാണ്. ഈ സമയത്തും അപ്പയെക്കുറിച്ച് അങ്ങനെയൊക്കെ ആലോചിക്കണമെങ്കിൽ താങ്കൾ മറ്റെന്തോ കൂടി ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമല്ലോ. അത് പൊതുപ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ? അങ്ങനെ ഞാൻ അന്ന് ഈ പറഞ്ഞ വാക്യത്തിൽ പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നത്, ഞാൻ എന്തെങ്കിലും കൂടി ചെയ്യാമായിരുന്നു എന്ന് ഉദ്ദേശിച്ചത് അപ്പയോടുകൂടെ കുറച്ചുകൂടെ എൻ്റെ പേഴ്സണൽ കാര്യമാണ്, കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യാമായിരുന്നു എന്നായിരുന്നു. എന്താ വെച്ചാൽ അപ്പ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ചെറുപ്പകാലത്തൊന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ, പക്ഷെ പറഞ്ഞല്ലോ അദൃശ്യമായിട്ടും ഞങ്ങളെ ഫുൾ ടേക്കൺ കെയർ ആയിരുന്നു, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുമായിരുന്നു. പക്ഷേ ഒരു കോവിഡ് കാലഘട്ടത്തിലായിരിക്കാം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപ്പയെ കിട്ടിയത്. എൻ്റെ മകനാണെങ്കിൽ പോലും അപ്പയെ ആദ്യം ഏറ്റവും കൂടുതൽ അടുക്കുന്ന ആ സമയത്താണ്. അപ്പം ആ കാലഘട്ടത്തിൽ പിന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഇടയ്ക്ക് കൂടുതൽ സമയം വീട്ടിലുണ്ടാവുമായിരുന്നു, കോവിഡ് കാലത്ത് എസ്പെഷ്യലി. ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് കോവിഡ് സമയത്തൊക്കെ വർക്ക് ഫ്രം ഹോമാണ്. വർക്കിംഗ് ആയതുകൊണ്ട് മേളിൽ ഇരുന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം പല പ്രാവശ്യം വിളിക്കും, മോളെ എന്നേ വിളിക്കത്തുള്ളൂ, പേര് പോലും അങ്ങനെ വിളിക്കത്തില്ല. അത് ഞങ്ങളെല്ലാവരെയും അങ്ങനെ തന്നെ മോനെ എന്നാണ് വിളിക്കാറ്. അപ്പം എനിക്ക് പലപ്പോഴും ആ വിളിക്കുന്ന സമയത്ത് വരാൻ സാധിച്ചിട്ടില്ല. അപ്പം അപ്പയുടെ മരണശേഷമാകാം, അതാ ഒരിക്കലും നികത്താൻ പറ്റാത്ത ആ നഷ്ടമുണ്ടായതിന് ശേഷമാകാം അന്ന് ഞാൻ കുറച്ചുകൂടെ വിളിച്ചപ്പം. പക്ഷെ ഞാൻ വരുമായിരുന്നു കുറേ ലേറ്റായിട്ട്, എൻ്റെ കാര്യങ്ങൾ വർക്കൊക്കെ തീർത്തിട്ട് വരുമായിരുന്നു. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ ആ നഷ്ടം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് വിളിച്ചപ്പോൾ തന്നെ വരാമായിരുന്നു എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഡോക്ടർ മറിയ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വീണ്ടും പറയുന്നതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം വേറെ തരത്തിലൊരു ദുർവ്യാഖ്യാനങ്ങളൊന്നും ഇനി വേണ്ട എന്നാണോ?
അതെ 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 ഞാനത് കഴിഞ്ഞ 15 വർഷമായിട്ടും സോഷ്യൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും അത് ചെയ്യും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ വിയോഗമുണ്ടായ സമയത്ത് വലിയൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ വലിയൊരു ആകാംക്ഷ കേരളത്തിൽ നിലനിന്നിരുന്നു. ആരാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാകാൻ പോകുന്നത്, അദ്ദേഹത്തിൻ്റെ പകരക്കാരനായി ആരാണ് പുതുപ്പള്ളിയിൽ മത്സരിക്കാൻ പോകുന്നത്. അന്ന് മാധ്യമപ്രവർത്തകർ, എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാ മാധ്യമങ്ങളും തന്നെ നിങ്ങളെല്ലാം പൊതിഞ്ഞു. നിങ്ങളോട് എപ്പോഴും ആരായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെ ഉണ്ടായി. അന്ന് മറിയ ഉമ്മൻ നടത്തിയ ഒരു പ്രതികരണം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. താങ്കൾ പറഞ്ഞത്, എനിക്കും അച്ചുവിനും രാഷ്ട്രീയ താല്പര്യങ്ങളില്ല, രാഷ്ട്രീയ മോഹങ്ങളില്ല, പക്ഷേ പാർട്ടി പറഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായി ഉണ്ടാകുമെന്നാണ്. പിന്നെ പുതുപ്പള്ളിക്കാർ കണ്ടത് ചാണ്ടി ഉമ്മൻ മത്സരരംഗത്തിറങ്ങുന്നതും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് എത്തുന്നതുമാണ്. രാഷ്ട്രീയത്തിലേക്കില്ല എന്ന ഒരു തീരുമാനം അന്ന് താങ്കൾക്കുണ്ടായിരുന്നു. അതൊരു ഉറച്ച തീരുമാനമായിരുന്നോ അതോ അപ്പോഴത്തെ മാനസികാവസ്ഥയായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഈ കൺഫ്യൂഷൻ്റെ കാര്യം അങ്ങനെ അതൊരു വെറും മീഡിയ ക്രിയേഷൻ മാത്രമായിരുന്നു. ഒന്നാമതെ ഞങ്ങൾ അത്രയും വലിയ ഷോക്കിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു അപ്പയുടെ മരണസമയം എന്ന് പറഞ്ഞത്. അപ്പം അത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തത് തന്നെ ഞങ്ങൾ ആ ഷോക്കിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പം അനാവശ്യമായി അത് ഞങ്ങളുടെ വീട്ടിനകത്ത് അങ്ങനെ ഒരു കൺഫ്യൂഷനേ ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ആർക്കും അതിനെപ്പറ്റി ചിന്തിക്കാനുള്ളൊരു അവസരം പോലും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ചാണ്ടി അല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻ അവിടെ ഇല്ല. ഞങ്ങൾ വളരെ വളരെ ക്ലിയർ ആയിരുന്നു. ഞങ്ങളാരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞ 2 വർഷം ഞാൻ പറഞ്ഞു 15 വർഷമായി സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 2 വർഷമായിട്ടാണ് അതിന് ഒരുപാട് വെളിച്ചം കണ്ടത്. ഒരുപാട് പേര് അറിയുന്നതും ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് അറിയുന്നതും കണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അത് തുടർന്ന് കൊണ്ടുപോകാനാണ് തൽക്കാലത്തെ സാഹചര്യത്തിൽ എന്തായാലും അങ്ങനെ തുടർന്ന് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അല്ല, സത്യത്തിൽ മറിയ ഉമ്മൻ, ഞാൻ ആ ചോദ്യങ്ങളിലേക്ക് ഒന്നും വന്നില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എല്ലാ ഉത്തരങ്ങളിലും താങ്കൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. 15 വർഷമായി താങ്കൾ സാമൂഹിക സേവന രംഗത്തുണ്ട്, സാമൂഹിക പ്രവർത്തകയായി നിൽക്കുന്നുണ്ട്. അപ്പോഴൊന്നും കിട്ടാത്തൊരു ശ്രദ്ധ അല്ലെങ്കിൽ അപ്പോഴൊന്നും വെളിച്ചം കാണാതിരുന്ന ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ 1.5 വർഷമായി കൂടുതൽ ആളുകൾ അറിഞ്ഞു വരുന്നു, കൂടുതൽ നോട്ടീസ് ചെയ്യപ്പെടുന്നു എന്നാണ്. അതെല്ലാം ശരിയാണ്. പക്ഷെ അപ്പോഴും ഒരു വളരെ നിർണായകമായൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് അന്ന് പറഞ്ഞത് വളരെ ഗൗരവത്തിൽ തന്നെയാണോ, ആ തീരുമാനത്തിൽ തന്നെയാണോ ഡോക്ടർ മറിയ ഉമ്മൻ ഇപ്പോഴും ഉള്ളത്? ഇപ്പം അങ്ങനെ പറയേണ്ടതായ അതിൻ്റെ ഒരു സാഹചര്യം ഇല്ലല്ലോ. ഇപ്പം നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഇപ്പം ചാണ്ടി MLA ആണ്, പുതുപ്പള്ളിയുടെ MLA ആണ്, നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച് അവിടെ നല്ല രീതിയിൽ പോകുന്ന MLA ആണ്. അപ്പം ഞാൻ രാഷ്ട്രീയത്തിൽ വരണമോ വേണ്ടയോ എന്നൊരു ഡിസ്കഷൻ പോയിന്റ് പോലും വരേണ്ട ഒരു ആവശ്യകതയില്ല. അത് പല സ്ഥലത്തും ഞാൻ യാത്ര ചെയ്യാറുണ്ട്, പോകാറുണ്ട്, പരിപാടികൾക്ക് പോകാറുണ്ട്. ഞാൻ ചെയ്യുന്ന പരിപാടികളുണ്ട്, മറ്റുള്ളവർ എന്നെ ഗസ്റ്റായിട്ട് വിളിക്കുന്ന പരിപാടികളുണ്ട്. അത് പൊളിറ്റിക്കലുണ്ട്, നോൺ പൊളിറ്റിക്കലുണ്ട്, സോഷ്യൽ ആയിട്ടുള്ളതുണ്ട്, മതപരമായിട്ടുള്ളത്. ഇവിടെ പല സ്ഥലത്തും പോകുമ്പോഴൊക്കെ പലരും എന്നോട് വന്ന് പല കാര്യങ്ങൾ സ്നേഹത്തോടെ പറയുകയും കൂടുതൽ ആക്റ്റീവ് ആകണം എന്ന് പറയുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ സ്നേഹത്തോടു കൂടെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതെല്ലാം എൻ്റെ അപ്പയോടുള്ള സ്നേഹമാണ് എന്ന് തിരിച്ചറിയുന്നു. ഇതിനേക്കാൾ അധികമായിട്ട് ഇതിനപ്പുറമായിട്ട് ഞാൻ ആ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യണമെന്ന് തോന്നുന്നില്ല. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, തൽക്കാലം ഈ സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ കൂടുതൽ വരുന്നതെല്ലാം ന്യൂസ് മാത്രമെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ല ഡോക്ടർ മറിയ ഉമ്മൻ, അല്ല, ഞാൻ മനസ്സിലാക്കുന്നു ഡോക്ടർ മറിയ ഉമ്മൻ. പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നം, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ചാണ്ടി ഉമ്മൻ MLA ആണ്, ശരിയാണ്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ പകരക്കാരനായി, അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്നത് ചാണ്ടി ഉമ്മനാണ്. അദ്ദേഹത്തെ പുതുപ്പള്ളിക്കാർ 2 കൈയും നീട്ടി സ്വീകരിച്ചു. അദ്ദേഹം നിയമസഭയിൽ ഇപ്പോൾ ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്, ശരി തന്നെ. പക്ഷേ അതൊന്നും ഡോക്ടർ മറിയ ഉമ്മൻ്റെ രാഷ്ട്രീയ സാധ്യതകളെ ഇല്ലാതാക്കുന്ന ഘടകങ്ങളല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ലീഡർ K കരുണാകരൻ്റെ 2 മക്കളും രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ 3 പേരും ഒരേപോലെ പൊതുരംഗത്തുണ്ടായിരുന്ന സാഹചര്യമുണ്ടായി. പിന്നെ എത്ര നേതാക്കളുടെ മക്കളാണ് പൊതുരംഗത്തുള്ളത്? ഇപ്പോൾ MV രാഘവൻ്റെ മകൻ MV നികേഷ് കുമാർ, അതേപോലെ VS അച്യുതാനന്ദൻ്റെ മകൻ V അരുൺകുമാർ ഇതാ മത്സരരംഗത്തേക്ക് വരുമെന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു. ഞാൻ ലീഡർ K കരുണാകരൻ്റെ കാര്യം എടുത്തു പറയാൻ ഉള്ളൊരു കാരണം,
രണ്ട് മക്കളും, ലീഡറിൻ്റെ രണ്ട് മക്കളും രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ചാണ്ടിയുമ്മനുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങളാരുമില്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടോ വീട്ടിൽ? ഗോപികൃഷ്ണൻ, ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് പിന്നെയും ഞാൻ പറഞ്ഞു, തൽക്കാലം ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഞാൻ അന്ന് ഈ സാമൂഹ്യ പ്രവർത്തനവുമായി തന്നെ മുമ്പോട്ട് പോകാനാണ് തൽക്കാലം ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്കൊരു ചോദ്യത്തിന് ഇപ്പൊ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അത് പിന്നെ തിരിച്ചും മറിച്ചും ചോദിച്ചതുകൊണ്ട് അതിൽ കൂടുതൽ ഉത്തരം പറയാൻ എനിക്കില്ല. അതാണ് എനിക്ക് ക്ലിയർ ആക്കാനായിട്ടുള്ളത്. ഇല്ല ഡോക്ടർ മറിയ, എനിക്കറിയാം ഞാൻ താങ്കളെ ആ അർത്ഥത്തിൽ താങ്കളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ ഇടയാക്കിയ ചില സാഹചര്യങ്ങൾ ഞാൻ പറയും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് താങ്കൾ നടത്തിയിട്ടുള്ള ചില സന്ദർശനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ കാണുന്നു, മാർത്തോമ അധ്യക്ഷൻ മാർ തിയോഡോഷ്യസിനെ കാണുന്നു, അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ വലിയ കൂടിയാലോചനകൾ നടത്തുമ്പോൾ ഡോക്ടർ മറിയ ഡൽഹി സന്ദർശനം നടത്തുന്നു. മാത്രമല്ല കോട്ടയം DCC താങ്കളെ ചെങ്ങന്നൂരിലേക്കോ അതല്ലെങ്കിൽ ആറന്മുളയിലോ കാഞ്ഞിരപ്പള്ളിയിലോ പരിഗണിക്കാവുന്നതാണ്. കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ ചെങ്ങന്നൂർ, ഇവിടെ താങ്കളെ പരിഗണിക്കാവുന്നതാണ് എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നു. എനിക്കറിയില്ല നേതൃത്വം ആരെങ്കിലും താങ്കളെ ആ അർത്ഥത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന്. പക്ഷേ ഇതൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. മാത്രമല്ല ഒരു ഓർത്തഡോക്സ് സഭാംഗം എന്ന നിലയിൽ ആറന്മുളയിൽ ഇപ്പോൾ വീണ ജോർജ് മത്സരിക്കുമ്പോൾ വീണയ്ക്ക് ഒരു ഒത്ത എതിരാളി എന്ന നിലയിൽ സഭയുടെ പിന്തുണയോടുകൂടി ഇതാ ഉമ്മൻചാണ്ടിയുടെ മകൾ മത്സരരംഗത്തേക്ക് വരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിക്കുകയാണ്. ഇതൊക്കെ അസംബന്ധമാണ് എന്നാണോ താങ്കൾ ഈ അഭിമുഖത്തിൽ പറയുക? ഗോപികൃഷ്ണൻ ഒരു മീഡിയ പ്രവർത്തകനാണ്. ഈ നേരത്തെ പറഞ്ഞ വാർത്തകൾ, ഈ പേര് പോയി അങ്ങനത്തതിനെ പറ്റി ഞാനും വാർത്തകളിൽ കണ്ടു, ഓൺലൈൻ വാർത്തയിൽ യൂട്യൂബിലെല്ലാം കണ്ടു. പക്ഷേ എനിക്കതിൻ്റെ സത്യാവസ്ഥയെപ്പറ്റി ഞാനത് അറിഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾക്ക് ഗോപികൃഷ്ണൻ തന്നെ അറിയാം. അത് വാർത്തകൾ മാത്രമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ ചോദിച്ചു, അതിനെപ്പറ്റി ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലനേഷൻ തരാം. ഞാൻ ഡൽഹി പോയ കാര്യം, ഡൽഹി പോയത് ഒരു പേഴ്സണൽ വിസിറ്റ് ആയിരുന്നു. അതിൽ ഞാനും ചാണ്ടിയും ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. എൻ്റെ മകനും ഉണ്ടായിരുന്നു. അവിടെ പോയി ഞങ്ങളുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ ആയിരുന്നു, ഒരു വെഡിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ബാക്കി ഈ മേലധ്യക്ഷന്മാരുടെ കാര്യങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ NSSന്റെ കാര്യം ചോദിച്ചു. എന്താണ് NSS മാത്രമായിട്ട് ചോദിച്ചതെന്നറിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ വർഷം ഈ കാലം അത്രയും ചെയ്ത പരിപാടികൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഏത് പരിപാടി ഏത് സ്ഥലത്ത് വെച്ച് ചെയ്താലും ആ പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ MLA MP അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, പിന്നെ അവിടുത്തെ മതമേലധ്യക്ഷൻ, അത് തിരുമേനി ആയിക്കോട്ടെ, NSSന്റെ പ്രതിനിധികളായിക്കോട്ടെ, മറ്റ് മതങ്ങളുടെ ആയിക്കോട്ടെ, എപ്പോഴും എൻ്റെ പരിപാടികളിൽ മുഖ്യാതിഥികളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെയാണ്. അപ്പം ഇതിൻ്റെ പോരാത്തതിന് അപ്പം ഇതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ ഇവരെ എല്ലാവരെയും മീറ്റ് ചെയ്യാറുണ്ട്, ക്ഷണിക്കാറുണ്ട്, അവർ വരാറുണ്ട്. അങ്ങനെ ഇവരുമായിട്ടെല്ലാം വളരെ സൗഹൃദമായ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ പരിപാടികളിലും എന്നെ ക്ഷണിക്കാറുണ്ട്, ഞാനും പോകാറുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ പോകുന്നതും കാണുന്നതും ഒക്കെ. അതിനെ കൂടുതലായി രാഷ്ട്രീയവൽക്കരിക്കണമെന്നില്ല. ഒരുപാട് കലാ സാംസ്കാരിക പൊതുപരിപാടികളിൽ ഈ അടുത്ത കാലത്തായിട്ട് താങ്കൾ സ്ഥിര സാന്നിധ്യമായി മാറുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടികളിലെ മുഖ്യാതിഥിയായി പലപ്പോഴും എത്താറുള്ളത് ഡോക്ടർ മറിയാണ്. തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ വളരെ പൊതുരംഗത്ത് കൂടുതൽ സജീവമായി ഡോക്ടർ മറിയ ഉമ്മൻ മാറുന്നു എന്നതാണ് പൊതുവിലുള്ള സംസാരം. ചെങ്ങന്നൂരിൽ നടത്തിയിട്ടുള്ള അത്യാവശ്യം എല്ലാ പൊതുപരിപാടികളിലും താങ്കളുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല ഈ ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നു. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ അതല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുന്നോടിയായി ഡോക്ടർ മറിയ ഉമ്മൻ നടത്തുന്നതാണ് എന്ന് അങ്ങനെ ഒരു സംസാരമുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. സംസാരമുണ്ട്. ഞാൻ പറയട്ടെ, ഈ എന്നെ ക്ഷണിക്കുന്ന പരിപാടികൾക്ക് ഞാൻ എല്ലാം പോകാറുണ്ട്. എനിക്ക് വീക്കെൻഡ്സ് ആണ് പ്രോഗ്രാമുകൾ പോകാറുള്ളത്. എന്നെ കൊണ്ട് ചെല്ലാൻ പറ്റുന്ന പരിപാടിയാണെങ്കിൽ അപ്പയുടെ മരണശേഷം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടികൾക്കെല്ലാം ചെന്നിട്ടുണ്ട്. അപ്പയുടെ അനുസ്മരണങ്ങൾ, അപ്പയുടെ പേരിലുള്ള ട്രസ്റ്റുകൾ, അങ്ങനെ രൂപീകരിക്കുന്ന ഓർഗനൈസേഷൻസ്, അവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇതോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്ന വർക്ക്, ഇതെല്ലാം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അടുത്തിടെയായിട്ട് ചിലപ്പം ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എന്നെ കൂടുതലായിട്ട് വിളിച്ചാണ്. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഷൊർണൂർ പോയിരുന്നു, അതിന് മുമ്പ് കണ്ണൂരും കാസർഗോഡും പോയിരുന്നു, അതിൻ്റെ തൊട്ട് മുമ്പത്തെ ആഴ്ച. ഇതൊന്നും അവിടെ എൻ്റെ പേര് പറഞ്ഞ സ്ഥലങ്ങളല്ലല്ലോ. അപ്പം ആളുകൾ എങ്ങോട്ട് എന്നെ ക്ഷണിക്കുന്നു, ഏത് പരിപാടിക്ക് ക്ഷണിക്കുന്നു, എന്നെ കൊണ്ട്
ചെല്ലാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഞാൻ ചെല്ലാറുണ്ട്. അത് മാത്രമേ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല അതിനപ്പുറമായി ഇന്നൊരു സ്ഥലം കേന്ദ്രീകരിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അനുസ്മരണങ്ങൾ നോക്കിയാൽ എല്ലാ അനുസ്മരണങ്ങളിലും എപ്പോഴും അതിലൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ചാണ്ടി വളരെയേറെ തിരക്കുള്ള MLA ആണ്. അപ്പോൾ ചാണ്ടിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം പലപ്പോഴും ചാണ്ടി അവർക്ക് പലരും ചാണ്ടിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വിളിക്കുന്നത്. അപ്പം ചാണ്ടിക്ക് പല സ്ഥലങ്ങളിലും എത്താൻ സാധിക്കത്തില്ല. അപ്പം പിന്നെ അച്ചു നാട്ടിലില്ല, ദുബായിലാണ്. അപ്പോൾ പിന്നെ ഞാനും അമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാൻ മാത്രമല്ല, അമ്മയും പോകാറുണ്ട്. അമ്മയും പല സ്ഥലങ്ങളിൽ ക്ഷണിക്കാറുണ്ട്. അങ്ങനെ പോകുന്നതാണ് മിക്കവാറും എല്ലാ പരിപാടികളും. അമ്മ പോകാറുണ്ട്, ഡോക്ടർ മറിയ പോകാറുണ്ട്, ചാണ്ടി ഉമ്മൻ പങ്കെടുക്കാറുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും മറിയ ഉമ്മൻ്റെ സാന്നിധ്യമാണ് വാർത്തയാകുന്നത്. അതിൻ്റെ പേരിലാണ് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ ആവർത്തനമായി തോന്നാം താങ്കൾക്ക്, എങ്കിലും ഞാൻ ഒരു ആവർത്തി കൂടി ചോദിക്കുകയാണ്. അത് ഈ കോട്ടയം DCC നേതൃത്വം കാഞ്ഞിരപ്പള്ളിയിൽ മറിയ ഉമ്മനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് വാർത്ത വന്നിരുന്നു. താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്ക് അറിയുമോ? എനിക്കതിനെപ്പറ്റി ഞാനത് വാർത്ത കേട്ടിരുന്നു, ഓൺലൈനിൽ കേട്ടിരുന്നു. പക്ഷേ എനിക്കതിനെപ്പറ്റി ഒരറിവുമില്ല. ആരും എന്നോടത് പറയുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കതിനെപ്പറ്റി ഒരറിവുമില്ല. അപ്പ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന, അപ്പയുടെ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്ന, ഇനി എന്തെങ്കിലും എനിക്ക് അപ്പയ്ക്ക് വേണ്ടി ചെയ്യാനുണ്ടായിരുന്നോ എന്ന് ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ആലോചിച്ചു പോകുന്ന ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകൾ എന്ന നിലയിൽ ഏറ്റവും വലിയ കടമയും ഉത്തരവാദിത്തം കൂടിയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരിക, രാഷ്ട്രീയത്തിലേക്ക് വരിക എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ ഞാൻ കരുതുന്നില്ല. രാഷ്ട്രീയത്തിൽ വന്നാൽ മാത്രമേ മറ്റൊരാളെ സഹായിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്തയൊന്നും എനിക്കില്ല. അപ്പ പറഞ്ഞല്ലോ, ഈ നമുക്ക് മനസ്സ് മതി മറ്റൊരാളെ സഹായിക്കാൻ. അതോടൊപ്പം തന്നെ എല്ലാവർക്കും അത് പ്രാക്ടിക്കലി നമുക്ക് ഫോളോ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ. മറ്റൊരാളെ പറ്റി പറയുമ്പം ആ ആൾക്ക് എന്ത് തോന്നുമെന്നും കൂടെ കരുതി വേണം പറയാൻ എന്ന് ആ കാര്യം കൂടെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് പൂർണ്ണമായിട്ട് എനിക്കെന്നല്ല ആർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഇപ്പം അത് ഞാൻ പ്രാക്ടിക്കലി സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. മാക്സിമം പോയാൽ എനിക്ക് എൻ്റെ മകൻ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു കാര്യമായിരിക്കും പറഞ്ഞു തന്നതിൽ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് അതിനൊരു പ്രയോറിറ്റി വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. പാർട്ടി നിർബന്ധിക്കുകയാണ്, പാർട്ടി ആവശ്യപ്പെടുകയാണ്, പാർട്ടി കരുതുകയാണ് ഡോക്ടർ മറിയ ഉമ്മൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന്. അങ്ങനെ ഒരു ക്ഷണമുണ്ടായാൽ നിരസിക്കാനാണോ തീരുമാനം? ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഇപ്പം നമ്മൾ അതിന് ഉത്തരം പറയേണ്ട ഒരു സിറ്റുവേഷനിലല്ല ഉള്ളത്. ഇതൊരു വെറും ഒരു ഇമാജിനറി ക്വസ്റ്റ്യൻ മാത്രമാണ്. മനസ്സിലാക്കുന്നു. അതായത് ഇതൊരു ഇമാജിനറി സിറ്റുവേഷനാണ്. ഞാൻ ചോദിച്ച ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെ കാണാം. പക്ഷേ ഈ ഇമാജിനറി സിറ്റുവേഷൻ റിയാലിറ്റിയിലേക്ക് വരാൻ ഒരു ദിവസത്തെയോ ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകളുടെ മാത്രം അകലത്തിലായിരിക്കും ഇതൊക്കെ കിടക്കുന്നത്. കാരണം പാർട്ടിയുടെ തീരുമാനമുണ്ടാകാം, പാർട്ടി നേതാക്കൾ താങ്കളെ വിളിച്ച് ഈ കാര്യങ്ങൾ അന്വേഷിച്ചേക്കാം. ഒരു നിമിഷം കൊണ്ട് ഇതൊക്കെ ചിലപ്പോൾ യാഥാർത്ഥ്യമായി മാറിയേക്കാം. അപ്പോൾ തയ്യാറായി നിൽക്കുന്നൊരു മനസ്സ് നമുക്ക് വേണ്ടേ? അങ്ങനെ ഒരു മനസ്സ് ഡോക്ടർ മറിയയ്ക്കുണ്ടോ? തൽക്കാലം ഞാൻ ഇങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ പാർട്ടി അങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ട് വരാനിരിക്കുകയാണെങ്കിൽ അപ്പം നിങ്ങളോട് പ്രതികരണം അപ്പം തന്നെ നിങ്ങളെ ഗോപികൃഷ്ണനെ ആദ്യം വിളിക്കാം. ഇപ്പം അത് പറയാനായിട്ട് ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അല്ല, അതൊരു ഭംഗിവാക്കായിട്ട് പറഞ്ഞാണോ, അതോ സ്ഥാനാർത്ഥിത്വം ലഭിക്കുമ്പോൾ ആദ്യം തന്നെ വിളിച്ചറിയിക്കും? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അതിന് അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞത് ആ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പം അതൊരു ഇമാജിനറി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ മറിയ, ഞാൻ ഇങ്ങനെ മനസ്സിലാക്കട്ടെ. അതായത് നിലവിൽ ഇപ്പോൾ താങ്കൾ തൊഴിലിടത്തിൽ തിരക്കിലാണ്. സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ കഴിഞ്ഞ 15 വർഷമായുണ്ട്. അത് കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ അപ്പയുടെ അനുസ്മരണ യോഗങ്ങളിൽ, അപ്പയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു പരിപാടികളിലൊക്കെ, ചടങ്ങുകളിലൊക്കെ ക്ഷണിക്കപ്പെട്ട അതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. ഇതിലെല്ലാം തൃപ്തയായി മുന്നോട്ട് പോകുന്നു. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ബാക്കി വരുന്ന വാർത്തകളൊക്കെ ഈ ദുഷ്ടലാക്കോടുകൂടിയോ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനങ്ങളായോ പ്രചരിക്കപ്പെടുന്നതാണ്, അല്ലേ?
അതിനെ ഈ ഞാൻ പറഞ്ഞല്ലേ എല്ലാം അങ്ങനെ പറയുന്നത് എല്ലാം ദുഷ്ടലാക്കോട് കൂടി ചെയ്ത് അത് എനിക്കതിനെ പറ്റി അറിയത്തില്ല. ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, പക്ഷെ അതെല്ലാം ദുഷ്ടലാക്കോട് കൂടിയാണോ എന്ന് പറയാൻ എനിക്ക് സാധിക്കത്തില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ വാർത്തകൾ, ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയത്തുമില്ല. ഞാൻ ഇങ്ങനെ പോകാനാണ് തൽക്കാലം ആഗ്രഹിക്കുന്നത് എന്ന് മാത്രമേ ഞാൻ ക്ലിയർ ആക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം വാർത്തകളാണ്. ആ വാർത്തകൾ പക്ഷെ അതെല്ലാം ദുഷ്ടലാക്കോടെയാണ് എന്ന് പറഞ്ഞ് അതിനൊരു വേറൊരു കളർ കൊണ്ടുവരരുത്. ബിക്കോസ് അത് അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം ദുഷ്ടലാക്കോടെയാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഡോക്ടർ മറിയ, സഭയുടെ ഒരു സ്നേഹസമ്മർദ്ദം, പാർട്ടിയുടെ ഒരു ആവശ്യം എന്ന നിലയിൽ വന്നാൽ അപ്പോൾ ആലോചിക്കാം എന്ന ഒരു മാനസികാവസ്ഥയാണ് ഡോക്ടർ മറിയ ഉമ്മന് ഇപ്പോഴുള്ളത്. അതെ, ആരെങ്കിലും ഈ പറഞ്ഞവരിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകട്ടെ, അപ്പോഴല്ലേ നമുക്കതിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ റുട്ടീൻ നമ്മൾ നല്ല ഒരു ടൈറ്റ് ആയിട്ടൊരു റുട്ടീനിൽ ഓടിക്കൊണ്ടിരിക്കുക, അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകേണ്ടതിനെ പറ്റി ചിന്തിക്കാനായിട്ടുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു കാര്യം ആരെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വന്നാൽ മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരെ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ അതൊരു വേസ്റ്റ് ഓഫ് ടൈം അല്ലേ. ശരി, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ താങ്കൾ പറഞ്ഞതുപോലെ ആളുകളെ സഹായിക്കുക, സഹായം ആവശ്യമായ ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കുക, മനസ്സുകൊണ്ടാണെങ്കിലും അവർക്കൊപ്പം നിൽക്കുക, ഇതൊക്കെയാണ് ഒരു പൊതുപ്രവർത്തകന് വേണ്ട അല്ലെങ്കിൽ പൊതുപ്രവർത്തകയ്ക്ക് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇക്വാളിറ്റിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. ആണും സ്ത്രീയും പുരുഷനും ഒരുപോലെ പരിഗണിക്കപ്പെടണം. ഇക്വാളിറ്റി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന്. അത് കുടുംബത്തിൽ നിന്ന് ലഭിച്ച പാഠമാണോ? ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരികയാണെങ്കിലും ഒക്കെ ഇപ്പോൾ നമ്മൾ കണ്ടു, ലീഡർ കെ കരുണാകരൻ്റെ മക്കൾ വന്നപ്പോൾ അവർ ഇണങ്ങിയും പിണങ്ങിയും പരസ്പരം പഴിചാരിയും പരസ്പരം കുറ്റപ്പെടുത്തിയും ഒക്കെ പലപ്പോഴും സംസാരിക്കുന്നതും പ്രശ്നങ്ങൾ ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതൊക്കെ കണ്ടു. ഒരു ഇക്വാലിറ്റിയുടെ പ്രശ്നം തന്നെയാണോ ഇവിടെയൊക്കെ ഉണ്ടാവുന്നത്? അങ്ങനെ ഒരു അഭിപ്രായം ഡോക്ടർ മറിയ ഉമ്മനുണ്ടോ? അങ്ങനെ ഒരു അനുഭവം താങ്കൾക്കുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ അപ്പ ഞങ്ങളെ 3 മക്കളെയും ഒരുപോലെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, അത് ജോലി മാത്രമല്ല, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങളെ ആരെയും അല്ല, ചാണ്ടിയായിരുന്നല്ലോ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി, ഒരിക്കലും അപ്പ ഒരു രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാനോ അങ്ങനെ വഴിവിട്ട ഒരു സഹായം ചെയ്യാനോ അപ്പോൾ ഒരിക്കലും ഒരുങ്ങിയിരുന്നില്ല. ഈ സാധാരണ ഇപ്പോൾ മറ്റേത് പ്രൊഫഷനാണെങ്കിലും പൊതുവിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി, മാതാപിതാക്കളെ രക്ഷിതാക്കൾ മക്കളോട് പറയും ഈ മേഖലയിലേക്ക് വരണ്ട എന്നാണ്. അങ്ങനെ ഒരു അഭിപ്രായം ഉമ്മൻചാണ്ടി സാറിന് ഉണ്ടായിരുന്നു. അതായത് മക്കൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരണ്ട എന്ന് അദ്ദേഹം കരുതിയതുകൊണ്ടാണോ നിങ്ങൾ അങ്ങനെ കൈപിടിച്ച് ഉയർത്താനോ അല്ലെങ്കിൽ പിന്തുണയ്ക്കാനോ ഒന്നും തയ്യാറാകാതിരുന്നത്? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അപ്പ എല്ലാവർക്കും ഫുൾ ഫ്രീഡം തന്ന വ്യക്തിയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പം ചാണ്ടി പൊളിറ്റിക്സിലോട്ടല്ലേ വന്നത്, അപ്പ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ അപ്പയുടെ നിന്ന് വഴിവിട്ട ഒരു സഹായമൊന്നും, അപ്പോൾ ഇത്രയും വലിയ നേതാവാണ്, അതുകൊണ്ട് അപ്പയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഒരുപാട് പേരെ വളർത്തിക്കൊണ്ടുവന്ന വ്യക്തി. പക്ഷെ സ്വന്തം മകനെ വളർത്താനായിട്ട് അപ്പ അങ്ങനെ ഒരു അഡീഷണൽ സ്റ്റെപ്പ് എടുത്തതായിട്ടുണ്ടെന്ന് അപ്പയുടെ കൂടെ നിൽക്കുന്നവർ പോലും പറയത്തില്ല. ഈ ചാണ്ടിയമ്മൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് പുതുപ്പള്ളിയിൽ ഞാൻ മത്സരിക്കാതെ വേണമെങ്കിൽ ഞാൻ മാറി നിൽക്കാം, ആ കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ്. ഈ ഒരു അഭിപ്രായം കേട്ടപ്പോൾ ഡോക്ടർ മറിയ ഉമ്മൻ എന്ത് തോന്നി? ചാണ്ടി ഒരു അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്, MLA ആണ്. പാർട്ടിയാണ് അൾട്ടിമേറ്റ്ലി എല്ലാം തീരുമാനിക്കുന്നത്. അപ്പം ചാണ്ടി അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവൻ ഇപ്പൊ പാർട്ടി തീരുമാനിക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കും എന്ന് പറഞ്ഞു എന്ന് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനപ്പുറമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനൊരു അച്ചടക്കമുള്ളൊരു, എപ്പോഴെങ്കിലും പാർട്ടി എതിർത്ത് നിൽക്കുകയോ അതിനെതിരായി പോയതായിട്ട് എനിക്കറിയില്ല. ഈ കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണത്തെക്കുറിച്ച് എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം 10 വർഷം കൊണ്ട് നമ്മൾ എത്ര പുറകോട്ട് പോയി. വികസനം വളരെയേറെ മുരടിച്ച ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. ഇവിടെ ക്ഷേമ പദ്ധതികളാണെങ്കിൽ എൻ്റെ അപ്പ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരുപാട് ക്ഷേമ പദ്ധതികളുണ്ടായിരുന്നു. പലതും നിർത്തലാക്കി. സാധാരണക്കാരന് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ UDFന്റെ
വളരെയേറെ ഈ കാര്യങ്ങളെല്ലാം കൂടി അനലൈസ് ചെയ്യുമ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് വളരെയേറെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ടൈമാണുള്ളത്. അത് നമുക്ക് കഴിഞ്ഞു വന്ന ബൈ ഇലക്ഷൻസ്, പാർലമെന്റ് ഇലക്ഷൻ, ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് ഒക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അത് നമ്മുടെ അസംബ്ലി ഇലക്ഷനിലും പ്രതിഫലിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഉള്ളത്. ശരി ഡോക്ടർ മറിയ ഉമ്മൻ, ഏതായാലും ഈ സംഭാഷണം കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ഇത് അവസാനിപ്പിക്കുമ്പോൾ, ഈസ് ഇറ്റ് എ ബിഗ് നോ ടു പൊളിറ്റിക്സ്? ഞാൻ ബിഗ് നോ ടു പൊളിറ്റിക്സ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ തൽക്കാലം ഞാൻ അതിനൊരു ഉത്തരം പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ബിഗ് നോ ടു പൊളിറ്റിക്സ്. തൽക്കാലം എനിക്ക് എൻ്റെതായ ഒരു പാത എൻ്റെ മുമ്പിൽ കിടക്കുകയാണ്. എനിക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഞാൻ പറഞ്ഞില്ല, പൊളിറ്റീഷ്യൻസ് എന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനമാണ്. അപ്പം സാമൂഹ്യ പ്രവർത്തനം ഞാനും ചെയ്യുന്നു. പക്ഷേ ഈ പൊളിറ്റിക്സ് വെച്ച് ഗോപികൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് MLA യോ MP യോ അങ്ങനെ ഇലക്ട്രൽ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാനായിട്ടുള്ളൊരു അതിൻ്റെ ഒരു ആവശ്യകത ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഡോക്ടർ മറിയ ഉമ്മൻ, ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ താങ്കൾക്ക് കഴിയട്ടെ. ഈ സംഭാഷണത്തിന് വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.